എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയ്ക്ക് അറിയില്ല ആ മോതിരം എങ്ങനെയാണ് ബാഗിൽ വന്നത് എന്ന് പറയുമ്പോൾ എന്നാൽ നീങ്ങു വന്നേ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറഞ്ഞ് അലീനയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോവാണ് വൈജയന്തി പുറത്തു പോയി ആ മോതിരം കൊണ്ട് ബാലേന്ദ്രനെ കാണിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ ഈ മോതിരം കണ്ടോ, ഇത് ഇവളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്, ഇത് അവൾ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു എന്നിങ്ങനെ പറയൂട്ടോ. അന്നേരം ഇല്ല, എനിക്കറിയില്ല ഈ മോതിരം എങ്ങനെ എൻ്റെ ബാഗിൽ വന്നതെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം എൻ്റെ മോതിരം കാണാതെ പോയപ്പോൾ ഞാൻ നിൻ്റെ ബാഗ് മൊത്തം കുടഞ്ഞിട്ട് പരിശോധിച്ചതാണ്, അന്ന് ഈ മോതിരം നിൻ്റെ ബാഗിലില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഈ മോതിരം ഇപ്പം നിൻ്റെ ബാഗിൽ വന്നത്, സത്യം പറയടി എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കറിയില്ല, ഞാൻ എടുത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അന്നേരം ബാലേന്ദ്രൻ്റെ കയ്യിലോട്ട് ആ മോതിരം കൊടുക്കും. ബാലേന്ദ്രൻ ആ മോതിരം മേടിച്ച് നോക്കുന്നുണ്ട്. ബാലേന്ദ്രന് അത് ഗോൾഡ് ആണോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ മോതിരമല്ലേ, പിന്നെ എങ്ങനെ നിൻ്റെ ബാഗിൽ വന്നതെന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല എന്ന് തന്നെയാണ് അലീന പറയുന്നത്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, നീ അറിയാതെ നിൻ്റെ ബാഗിൽ ഈ മോതിരം വരാൻ ഇതിന് കൈയും കാലും ഉണ്ടോ തന്നെ ചാടിക്കയറി എൻ്റെ തിരിക്കാൻ എന്ന് ചോദിക്കും. അന്നേരമാണ് അലീന ഹരി അന്ന് അടുക്കളയിൽ വെച്ച് ഈ മോതിരം കാണിച്ചായിരുന്നല്ലോ അതിൻ്റെ കാര്യം ഇങ്ങനെ ഓർക്കുന്നത്. അതിങ്ങനെ ഓർത്ത് വരുമ്പോഴേക്കും അവിടെ രോഹിത് നിൽപ്പുണ്ടായിരുന്നല്ലോ, അവൻ പറയും എനിക്കറിയാം ഈ മോതിരം എങ്ങനെ അവളുടെ ബാഗിൽ വന്നതെന്ന് എനിക്കറിയാം എന്ന് പറയും. അന്നേരം എങ്ങനെയാണ് നീ പറ എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയല്ല ഞാൻ പറയാം എന്ന് പെട്ടെന്ന് പറയുക കേട്ടോ അലീന. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇത്ര നേരം നിന്നോട് ചോദിച്ചപ്പോൾ നിൻ്റെ വായിക്കകത്ത് പഴമല്ലായിരുന്നോ, ഇനി നീ മിണ്ടണ്ട രോഹി പറയട്ടെ എന്ന് പറയും. അങ്ങനെ രോഹിത്തിനോട് ചോദിക്കും. രോഹിത്ത് പറയുവാണ് ഇത് കൊല്ലപ്പള്ളിയിലെ ഹരി ഇവൾക്ക് കൊടുത്തതാണെന്ന്. അത് കേൾക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഷോക്കാണ്. അന്നേരം ഇല്ല എനിക്ക് അങ്ങനെ തന്നിട്ടില്ല എന്ന് അലീന പറയുന്നുണ്ട്. അന്നേരം വൈജയന്തി അലീനയോട് ദേഷ്യപ്പെടുന്നത്, നീ മിണ്ടരുത്, ഇനിയുള്ള കാര്യങ്ങൾ രോഹി പറഞ്ഞാൽ മതി, പറയണ ബാക്കിയും കൂടെ എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, കൊല്ലപ്പള്ളിയിലായിരുന്ന സമയം തൊട്ട് ഇവളും അവനും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്, അവൻ ഇടയ്ക്ക് ഇവൾക്ക് പൈസ കൊടുക്കാറും ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അവൻ ഇവിടെ വന്നില്ലേ, അന്ന് അവൻ ഈ മോതിരം എന്നെ കാണിച്ചായിരുന്നു എന്ന് പറയും. അന്നേരം പിന്നെയും അലീന പറയുന്നുണ്ട്, ഇല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇടയ്ക്ക് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് വൈജയന്തി പറയും, നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറയുന്നത്, ഇനി നീ നിൻ്റെ വാ തുറക്കണ്ട എന്ന് പറയും, ബാക്കിയോട് പറയട്ടെ എന്ന് രോഹിത്തിനോട് പറയുവാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവൻ എന്നെ ഈ മോതിരം കാണിച്ചു, ഇതെന്തിനാണ് എന്ന് ചോദിച്ചപ്പം ഇവൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ അവനോട് ചോദിച്ചു, അവളെ കണ്ടോ നീ കൊടുത്തോ എന്ന് ചോദിച്ചപ്പം രാത്രിയിൽ ഞാൻ പോയി കണ്ടിരുന്നു, മോതിരം ഇവൾക്ക് കൊടുത്തു എന്നുമാണ് അവൻ എന്നോട് പറഞ്ഞത് എന്ന് പറയുവേ. അന്നേരം ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ അന്തം വിട്ട് അത് കേട്ട് നിൽക്കുന്നത്. എന്തൊക്കെയാ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുവാണ് അലീന. അന്നേരം അലീനയുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് വൈജയന്തി വരും. എന്നിട്ട് ചോദിക്കും, ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടി, നിന്നെയൊക്കെ എങ്ങനെയാണ് വിശ്വസിച്ച് വീട്ടിൽ നിർത്തുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഇതിങ്ങനെയൊന്നും അല്ല നടന്നത് എന്ന് പറയും. അന്നേരം വീണ്ടും വൈജയന്തി അലീനയോട് തന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയന്തി നിർത്ത്, അവൾക്ക് പറയാനുള്ളതോടെ കേൾക്ക് എന്ന് പറയും. അന്നേരം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം രണ്ട് ഭാഗവും കേൾക്കണല്ലോ, നിനക്ക് എന്താ പറയാനുള്ളത്, ഈ മോതിരം നിൻ്റെ അറിവോടെ അല്ലേ നിൻ്റെ ബാഗിൽ വന്നത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, ഇല്ല എന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പം ഈ മോതിരം കാണിച്ചായിരുന്നു, അന്നേ ഞാൻ പറഞ്ഞതാണ് എനിക്കിങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും വേണ്ട എന്ന്, അങ്ങ് കൊല്ലപ്പള്ളിയിലായിരുന്ന സമയത്തും എന്നോട് 2-3 തവണ മോശമായിട്ട് പെരുമാറിയായിരുന്നു, അന്നേ ഞാൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴും എന്നോട് ഈ മോതിരം കാണിക്കുകയും ഹാളിലേക്ക് വരുവാണെങ്കിൽ മോതിരം തരാമെന്ന് പറയുകയും ഒക്കെ ചെയ്തു, ഞാൻ പറയുകയും ചെയ്തു ഞാൻ അങ്ങനെ ഒരാളല്ല, ഞാൻ വരില്ല എന്നും പറഞ്ഞതാണ് എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അന്ന് വൈകിട്ട് ഞാൻ അമ്മയുടെ റൂമിൽ നിന്ന് അവനെ കണ്ടതാണല്ലോ, നീയോ അവിടെ ഉണ്ടായിരുന്നല്ലോ, അന്ന് നിന്നോട് ഞാൻ ചോദിച്ചില്ലായിരുന്നു അവൻ എന്തെങ്കിലും പറഞ്ഞു, നീ ഇല്ലെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, അന്ന് വന്നിട്ട് എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, രാത്രി ഇറങ്ങി വരണം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു, അതാണ് നടന്നത് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ട് നീ എന്തുകൊണ്ടാണ് അത് വൈജിയോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞാലും അതൊന്നും ആരും വിശ്വസിക്കുകയില്ല, എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ, എൻ്റെ തെറ്റാന്നേ പറയുള്ളൂ, ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ലേ, അതുകൊണ്ട് തന്നെ ആരും ഞാൻ പറഞ്ഞത് വിശ്വസിക്കില്ല, ഞാൻ മൂലം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട, അത് അവിടെ തീരട്ടെ എന്ന് ഞാൻ കരുതിയുള്ളൂ, അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇവൾ ഈ പറയുന്നതൊക്കെ ബാലേന്ദ്രൻ വിശ്വസിക്കുകയാണോ, പഠിച്ച കള്ളിയാണ് ഇവൾ പറയുന്നത് മൊത്തം നുണയാണ്, ഇനിയിപ്പോൾ കുഴപ്പം മൊത്തം ഹരിയുടെ തലയിലാക്കാനാണ് ഇവൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ബാലേന്ദ്രൻ അത് ഒരു സൈഡ് മാത്രം കേട്ടൊരു തീരുമാനം എടുക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ എന്താ ഈ ചിന്തിക്കുന്നത്, ഇനി ഹരിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടി നോക്കുവാണോ, ഇവൾ ഈ പറഞ്ഞതെല്ലാം ബാലേന്ദ്രൻ വിശ്വസിച്ചോ, എനിക്ക് വിശ്വാസമായിട്ടൊന്നുമില്ല, നിന്നെപ്പറ്റി കുറ്റം പറയേണ്ട കാര്യമൊന്നും രോഹിക്കില്ലല്ലോ, അവനല്ലേ ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞത്, അവനെന്തിനാ നുണ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കും
ചോദിക്കുക. അന്നേരം അലീന ഇത്തിരി ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയുവാണ്, അതിന് വേറെ എന്തെങ്കിലും കാരണം കാണും, അതെനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം സത്യമാണ്, അത് സത്യമാണെന്നുള്ള കാര്യം എനിക്കും ഈശ്വരനും അറിയാം എന്ന് പറയും. അന്നേരം ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ബാലേന്ദ്രൻ. എന്നിട്ട് ബാലേന്ദ്രൻ പറയും, നീ ഇപ്പോൾ പൊക്കോ, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാനുണ്ട് എന്ന് പറയുവാണ്. ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടാട്ടോ അലീന അങ്ങോട്ട് പോകുന്നത്. ഇതൊക്കെ നടക്കുമ്പം ഇതിനിടയ്ക്ക് ബബിത കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് കണ്ടോ എന്ന്. വെച്ചാൽ കൃഷ്ണമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അലീനയ്ക്കും. അലീന അന്നേരം ഇങ്ങനെ വിഷമത്തോടെ കൃഷ്ണമോളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അവിടെ നിന്ന് അങ്ങ് പോരുന്ന അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ്. റൂമിൽ വന്നതിന് ശേഷം ബ്രിജിത്താമ്മയുടെ ഫോട്ടോയെ നോക്കി ഇങ്ങനെ കൈ തൊഴുത് പിടിച്ചിങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ ബ്രിജിത്താമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ഞാൻ പറഞ്ഞല്ലായിരുന്നോ വേണ്ട എന്ന്, ഇതിപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി എനിക്കിത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അലീനയ്ക്ക് തോന്നുവാണ് ബ്രിജിത്താമ്മ തിരിച്ചിങ്ങോട്ട് പറയുന്നതായിട്ട്, മോൾ എന്തിനാണ് വിഷമിക്കുന്നത്, ഏതാപത്തിലും മോളുടെ കൂടെ ഞാനില്ല, അതുകൊണ്ട് മോൾ ധൈര്യമായിട്ടിരിക്കുക, മോളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നിങ്ങനെ പറയുന്നതായിട്ട് തോന്നും കേട്ടോ. അന്നേരം ചെറിയൊരു ആശ്വാസം വരും. കരഞ്ഞുകൊണ്ടിരുന്ന അലീന കണ്ണീരൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുക. അന്നേരം അവിടെ നിന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നീ ആരോടാണ് ഈ കരയും പറയുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നും പറയുന്നില്ല അലീന ആകെ വിഷമത്തിൽ ഇങ്ങനെ ഓരോന്നോർത്തിങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനെയും വൈജയന്തി റൂമിൽ കിടന്ന് തുള്ളുക. ഇവിടുന്ന് എങ്ങനെയാലും അലീനെ പറഞ്ഞു വിടണം, അവൾ ഇതുപോലത്തെയൊക്കെ പരിപാടി കാണിക്കുമെന്ന് ഓർത്തില്ല എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഒരു സൈഡ് മാത്രം കണ്ട് സംസാരിക്കരുത്, അലീനയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത്രത്തോളം തന്നെ തെറ്റ് ഹരിയുടെ ഭാഗത്തുണ്ട്, അത് നീ എന്താ കാണാതെ പോകുന്നത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നത്, ആൺപിള്ളേരല്ലേ, അവളുടെ തൊലി വെളുപ്പ് കണ്ട് അവളെ വളയ്ക്കാൻ നോക്കി കാണും, ആൺപിള്ളേരല്ലേ, അവരുടെ ഈ പ്രായത്തിൽ അവരിങ്ങനത്തെ പല കുസൃതികളും കാണും, അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുവാണ്, അവൻ ഇതേ കുസൃതി പിന്നീട് ഒരിക്കൽ ഈ വീട്ടിൽ കാണിച്ചാലോ, ഈ വീട്ടിൽ ഇനിയും വേറെ തൊലിവെളുപ്പുള്ള പെൺകുട്ടികൾ ഉണ്ടല്ലോ, അന്നേരം നീ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ അവനോട് എന്തെങ്കിലും ചോദിക്കുമ്പം അവൾ എൻ്റെ മുറപ്പെണ്ണല്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, അങ്ങനെ ഒരു റിലേഷനും സൊസൈറ്റിയിൽ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം വൈജയന്തി വളരെ കൂളായിട്ട് പറയുവാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനെ ഇങ്ങനെ പിടിച്ചങ്ങ് കെട്ടിച്ചു വിടണത്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയെ സ്വന്തം ഭാഗത്തെ തെറ്റ് ന്യായീകരിക്കാൻ വേണ്ടി കൂടുതൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, തെറ്റിനും ശരിക്കും ഇടയ്ക്ക് ഒരു നേർരേഖയുണ്ട്, അത് നിനക്ക് തോന്നുന്ന രീതിയിൽ വളച്ച് തിരിച്ച് വരയ്ക്കാനുള്ളതല്ല എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഹരിയനെ കുറ്റക്കാരനാക്കാനാണോ, എനിക്ക് ഇവിടെയല്ലേ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റത്തുള്ളൂ, അവൻ എൻ്റെ സ്വന്തം ആങ്ങളയുടെ മോനാണ്, അവനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ അവൻ ഈ വീട്ടിൽ കയറി ഈ തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ചോദിക്കണമെന്ന് പറയും. അന്നേരം ഇനിയിപ്പോൾ ബാലേന്ദ്രൻ ഹരിയോട് ചോദിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പം, അല്ല, എനിക്ക് രോഹിയോട് സംസാരിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളിലൂടെ അറിയാനുണ്ട്, അവനോട് റൂമിലേക്ക് വരാൻ പറ എന്ന് പറയും. അന്നേരം ഇനി എന്ത് ചോദിക്കാനാ എന്ന് ചോദിക്കുമ്പം, പോയി വിളിച്ചുകൊണ്ട് വാ, റൂമിലേക്ക് വരാൻ പറ എന്നിങ്ങനെ ബാലേന്ദ്രൻ ദേഷ്യത്തോടെ പറയുവാണ്. ഈ സമയം അലീനയുടെ ഡ്രസ്സൊക്കെ ബാഗിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ, ഇനി പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോകാം എന്നോർത്താണോ എന്നറിയില്ല. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളോട് മാത്രം എന്താ അവൾക്ക് ഇത്ര ദേഷ്യം, എനിക്കത് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല മുത്തശ്ശി, പിന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് മേഡത്തിൻ്റെ ഇഷ്ടത്തോടെയൊന്നും അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും, ഒരു വീട്ടിൽ വേലക്കാരിയെ സെലക്ട് ചെയ്യേണ്ടത് വീട്ടിലെ വീട്ടമ്മയാണ്, ഭർത്താവല്ല, അതിൻ്റെ ദേഷ്യമായിരിക്കും എന്നോട് കാണിക്കുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് ബാലേന്ദ്രൻ അല്ലല്ലോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, മനുവല്ലേ, പിന്നെ ഇതിന് അവൾ ആ കാര്യത്തിൽ നിന്നോട് ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴേ എന്നെ ഇഷ്ടപ്പെട്ട് കാണില്ല, അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നാലും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാട്ടോ അലീനയുടെ കാര്യം ഓർത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തി റൂമിലേക്ക് വരും. എന്നിട്ട് അലീനയോട് പറയുവാണ്, ഇനി നിന്നെ ഇവിടെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, വേറെ എവിടെയെങ്കിലും നോക്കിക്കോ, അത് പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയും. അന്നേരം അലീന സങ്കടത്തോട് പറയുന്നുണ്ട്, ഞാൻ അതിന് മനസ്സറിഞ്ഞ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പം, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും ഇനി ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, എനിക്കിപ്പം ഇവിടുന്ന് നിന്നെയല്ലേ പറഞ്ഞു വിടാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് തന്നെ പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്താ വൈജയ, നീ എന്ത് ഈ പറയുന്നേ, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലല്ലോ, ഇവള് പറയുന്ന കാര്യങ്ങൾ അമ്മ കേട്ടിട്ടുണ്ട്, കുറേ കരച്ചിലും അവളെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ അവളെ എതിർത്തൊന്നും പറയില്ല എന്ന് എനിക്കറിയാം, ആ ഹരിയും ഇവളും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടായിരുന്നു, അവൻ ഒരു ഗോൾഡ് റിങ് ഇവൾക്ക് കൊടുത്തിട്ടുമുണ്ട് എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, കാര്യം അവൻ ആൾ ശരിയല്ല, അവൻ 2-3 തവണ ഈ റൂമിൽ കയറി വന്നിട്ടുണ്ട്, ഒരു തവണ അലീനയുടെ ബാഗ് തപ്പുന്നത് ഞാൻ കണ്ടതാണ്, അവൻ തന്നെ ഇട്ടതായിരിക്കും, അതിന് ഈ കൊച്ചിനെ എന്തിനാ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആയിക്കോട്ടെ
ആയിക്കോട്ടെ, ഇവളെ ഏതായാലും ഈ കുടുംബത്തിൽ നിർത്താൻ ഇനി പറ്റിയല്ല. എനിക്കെൻ്റെ ആങ്ങളുടെ മകനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ, ഇവളെയല്ലേ പറഞ്ഞു വിടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഇവളിവിടെ നിൽക്കണ്ട, അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, കൊള്ളാടി, തെറ്റ് ചെയ്തവനെ സംരക്ഷിക്കാൻ വേണ്ടി തെറ്റ് ചെയ്യാത്തവളെ നീ ശിക്ഷിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തറിയാം, ഇവളെ ആമ്പിള്ളേരുള്ള ഈ കുടുംബത്തിൽ നിർത്താൻ കൊള്ളത്തില്ല, പണപ്പെട്ടി തുറന്നു വെക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും ബാലചന്ദ്രനും കൂടി നോക്കിക്കോളാം, അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഇത്തിരി ദേഷ്യത്തോടെ അങ്ങ് പോവാണ്. അതിനു മുമ്പ് മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ, അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, അമ്മയെ നോക്കാൻ വേണ്ടി വേറെ ആളെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തോളാം എന്നും പറയുന്നുണ്ട്. അങ്ങ് വൈജയന്തി ഇറങ്ങി പോകുമ്പം അലീന ഇങ്ങനെ സങ്കടത്തോടെ വൈജയന്തി നോക്കി നിൽക്കുവാണ്. അന്നേരം അലീനയുടെ മനസ്സിൽ പോകുന്നത് അന്ന് ബ്രിജിത്താമ്മ പറഞ്ഞ വാക്കുകളാണ്, നിന്നെ പ്രസവിച്ച സ്ത്രീയാണ്, അവരുടെ അടുത്തേക്കാണ് ഞാൻ നിന്നെ പറഞ്ഞു വിടുന്നത്, നിനക്ക് അവരെ കാണാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഇതെല്ലാം ഓർത്തിങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഏതായാലും നാളത്തെ പ്രൊമോ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അത് അലീനയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് ബാലേന്ദ്രൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ അകത്ത് എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സംരക്ഷണം പുറത്ത് കിട്ടുമെന്നും എൻ്റെ അഭിമാനം അവിടെ കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്നും ഉള്ള ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അലീന അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുക കേട്ടോ ബാലേന്ദ്രൻ. കാരണം ആ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണല്ലോ അലീന പറഞ്ഞത്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.